ഇന്ന് നമ്മൾ തയ്യൽ മെഷീനിൽ ഇങ്ങനെ നൂല് കോർക്കണേനും ബോബിനിൽ നൂല് ചുറ്റുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോണത്. അപ്പോൾ അതുപോലെ ബോബിനിൽ നമുക്ക് ഏത് നൂലാണോ വേണ്ടത് അത് ഇതുപോലെ 4-5 പ്രാവശ്യം ഒന്ന് ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക. അതിൽ ഓൾറെഡി നൂലുണ്ട്, അതുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതാണ് ബോബിൻ വിൻഡർ. അതിൽ നമുക്ക് ആ ബോബിൻ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സൗണ്ട് വെക്കും. അതപ്പോൾ അവിടെ ഫിറ്റായിട്ട് ഇരിക്കും. അതിന് ശേഷം ഇതുപോലെ റൈറ്റ് സൈഡിൽ ഒരു സ്ക്രൂ ഉണ്ട്, അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ വീല് ചെന്നിട്ട് നമ്മുടെ ആ ചാട്ടയിൽ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി. അധികം ടൈറ്റ് ചെയ്യാനും പാടില്ല. എന്നാലാണ് നമ്മുടെ ഹാൻഡ് വീല് കറക്കുമ്പോൾ ആ വീല് കറങ്ങിയിട്ട് ബോബിനിൽ നൂല് ചുറ്റാൻ പറ്റുള്ളൂ. ഇതുപോലെ നമുക്ക് നൂലൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നന്നായിട്ട് ചവിട്ടി കൊടുത്താൽ നൂല് നന്നായിട്ട് നമ്മുടെ ബോബിനിൽ ചുറ്റി കിട്ടും. അപ്പോൾ എല്ലാ മെഷീനിലും ഇതുപോലെ ചെയ്യാൻ പറ്റണമെന്നില്ല. പലരും പല വിധത്തിലാണ് ചെയ്യുക. ചിലർ ഈർക്കിളിലൊക്കെ ഇതുപോലെ ബോബിൻ വെച്ചിട്ടും നൂല് ചുറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നൂല് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ബോബിൻ കേസ്. അതിൽ ബാക്കിലായിട്ട് ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കൂർത്ത് നിൽക്കണ പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ഗ്യാപ്പിൽ കൂടെ നൂല് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അധികം പ്രസ് ചെയ്ത് വലിക്കാൻ പാടില്ല, ചെറുതായിട്ട്. അതിന് ശേഷം നമ്മൾ വലിക്കുമ്പോൾ ക്ലോക്ക് വൈസിലാവണം അത് തിരിയേണ്ടത്. അതിന് ശേഷം ഇതുപോലെ ഈ സംഭവം ബാക്കിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ മെഷീനിൽ ബോബിൻ കേസ് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് ബാക്കോട്ട് ഇത് വലിച്ചിട്ട് ആ കറക്റ്റ് ആ നോബിൽ കൂടെ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് ഒരു സൗണ്ട് കേൾക്കും. അതാണ് അവിടെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അതായത് കറക്റ്റ് ബോബിൻ കേസ് അവിടെ ഫിറ്റായിട്ടിരിക്കണം. ഇനി നമുക്ക് തയ്യൽ മെഷീനിൽ എങ്ങനെയാണ് നൂല് ചുറ്റണേന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ സ്പൂൾ പിന്നിൽ നൂല് വെച്ചതിന് ശേഷം ഫസ്റ്റ് ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കൂടെ നൂലെടുത്തതിന് ശേഷം ടെൻഷനിൽ കൂടി നൂല് കയറ്റി പിന്നെ നമ്മുടെ നൂലിനെ മുകളിലേക്കും താഴത്തേക്കും ആക്കണമെന്നാണത്. ആ ലിവർ അതിൻ്റെ ഉള്ളിൽ കൂടി നൂല് കടത്തിയെടുക്കുക. അതിന് ശേഷം വീണ്ടും ഇതുപോലൊരു ചെറിയൊരു ഹോള് കാണും. അതിൻ്റെ ഉള്ളിൽ കൂടിയും നൂല് കടത്തിയെടുക്കണം. അതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് സൂചിയിലേക്ക് നൂല് കോർക്കാം. അപ്പോൾ പ്രഷർ ഫുഡ് താഴത്തേക്ക് ആക്കി വെച്ചതിന് ശേഷമാണ് സൂചി പൊന്തിച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് നൂല് കോർക്കാം. ഇപ്പോൾ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പതുക്കെ നമ്മൾ ആ ഹാൻഡ് വീല് കറക്കി അടിനൂലും കൂടി മുകളിലേക്ക് എടുത്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നൂല് കട്ട പിടിക്കുക പൊട്ടി പോവുകയൊക്കെ ചെയ്യും. അതിനുശേഷം നമുക്കൊരു തുണി വെച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ തയ്യൽ മെഷീനിൽ നൂലിടുന്നതും ബോബിൻ കേസിൽ എങ്ങനെ നൂല് ചുറ്റണമെന്നും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.